നിനക്ക് ഇവിടെയാണ് പണി? അതെ. എന്താ പണി? ആ പണിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. കാലത്ത് ഇങ്ങോട്ട് വന്നാ മതി, പണി കിട്ടും. വാ, നമുക്ക് ചമ്മണം പൊട്ടിയിരിക്കാം. ചമ്മണം ചമ്മണം പൊട്ടിയിരിക്കും. കടുകൊക്കെ പൊട്ടിത്തെറിച്ച് നമ്മുടെ മുഖം പോയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. ഹായ്, ഒരു പായസമൊക്കെ ഉണ്ടാക്കാന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് കേട്ടോ. നിനക്ക് തീറ്റക്കാരല്ലാതെ വേറെ ഒന്നും സംസാരിക്കാനില്ലേ? അനു ഒന്ന് പായസം ഉണ്ടാക്കി തരാം. അപ്പൊ ഞാൻ ചോദിച്ചു, ഏത് പായസം നിങ്ങൾക്ക് ഉണ്ടാക്കണം? എന്റെ മഷ്റൂം സൂപ്പ് കഴിച്ചിട്ടുണ്ടോ? അയ്യോ ഇല്ല. ആ കഴിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ബാലിശോട് സംസാരിക്കില്ലായിരുന്നു. എന്ത് പായസം? അയ്യോ, എന്ത് പായസം? എനിക്കൊരു കാര്യം പറഞ്ഞാൽ മതി, ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയും. പരിപ്പ് പായസം. അതിനെനിക്ക് ഇടിക്കണം എന്താ? അപ്പൊ നമുക്ക് പരിപ്പ് പായസം ഉണ്ടാക്കാം. എന്ത് ചെയ്യാനാ, നമ്മുടെ വീട്ടിലത്തെ പോലെ തന്നെ. ആലയും വേണ്ട, കൈ കൊണ്ടങ്ങ് എടുക്കാം. സൂപ്പർ ചെയ്യാനുള്ള 5 ദിവസം ഞാൻ കുളിക്കാത്തതിന് ആർക്കും ഒരു പരാതിയില്ല. ഇപ്പൊ നഖം വെട്ടാത്തതിനാ പ്രശ്നം. നിങ്ങൾ വിചാരിക്കൂ, ഈ കൊച്ചിന് നാണമില്ലേ നട്ട്സൊക്കെ എടുത്ത് കഴിക്കാൻ? അച്ചടി ഭാഷ അടക്കമില്ലാത്ത പ്രകൃതം. നിങ്ങളെ മുന്നേ എന്ത് നാണക്കേടാ? എനിക്കൊരു നാണക്കേടുമില്ല. എടാ ഇവള് നമ്മളെക്കാളും താറേടാ. അപ്പച്ചിയുടെ വീട്ടിൽ പോവും. അങ്ങനെ എല്ലാ വീടുകൾ തോറും കയറി ഇറങ്ങുമായിരുന്നു. അത് ശരി, അത് കണ്ടപ്പോഴേ തോന്നി. പക്ഷെ ഇത്തവണ ഒരു വീട്ടിലും കയറ്റുന്നില്ല, പ്രത്യേകിച്ച് എന്നെ. ചമ്മണം ചമ്മണം പൊട്ടിയിരിക്കും. നല്ല മനുഷ്യനാ, ഒരു നെറ്റ് ലൂസാ. പേടിക്കൊന്നും വേണ്ട, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാ മതി. പിന്നെ ഒരുപാട് പേര് എന്നെ അറിയാത്ത ആൾക്കാരൊക്കെ പറയാ, ശരിക്കും ഈ കൊച്ചു മന്ദബുദ്ധിയാണോ, പൊട്ടിയാണോ, 5 പൈസക്ക് വിവരമില്ലാത്തതാണോ, 10 പൈസക്ക് വിവരമില്ലാത്ത കുട്ടിയാണോ എന്നൊക്കെ. പുറത്തൊരു കിച്ചണല്ല, ഒരു ഇതുണ്ട്, വെള്ളം ചൂടാക്കാനും ചോറ് വയ്ക്കാനൊക്കെ ഉള്ളൊരു കുറച്ച് സ്ഥലമുണ്ട് ഇരുന്ന് ചെയ്യുന്നത്. അടുപ്പ് ഇങ്ങനെ തറയിരുന്ന് ചെയ്യാറൊന്നും ഇല്ല. ഇനി എന്തോ തറയാകാൻ നീ തറയാണോ? ഇരുന്ന് മീൻസ് ഇങ്ങനെ ഇരുന്ന് പാചകം ചെയ്യുന്നത് ആദ്യം കിട്ടാം. അല്ലെങ്കിൽ നമ്മുടെ ഈ എന്താ പറയാ, പേര് മറന്നുപോയല്ലോ. ചില സമയത്ത് എന്താ പറയുന്നത് എനിക്ക് തന്നെ ഒരു ഓർമ്മയില്ല. ഈ മെന്റലായിട്ട് ഭ്രാന്തൊന്നും അല്ല. ഈ തടി കഷ്ണത്തിന്റെ പുറത്ത് എത്ര അക്ഷരമുണ്ട്? 2 അക്ഷരമുള്ളൂ. പല അത് തന്നെ. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും എല്ലാരും വിചാരിക്കും എനിക്ക് വട്ടാന്ന്. ഇതാണോ വട്ട് എന്ന് പറഞ്ഞത്? സാധാരണ ഭ്രാന്തിന്റെ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോ ഇത് വെറും ചെറിയ ലൂസ്. ഇതിൽ പ്രത്യേകിച്ച് ചികിത്സയൊന്നും ആവശ്യമില്ല. അയ്യോ, മറന്നുപോയി. ആദ്യം ഇടേണ്ടതേ തേങ്ങാപ്പൂളായിരുന്നു. അയ്യോ സോറി. എന്ത് മണം. കൊച്ചെത്തി. സൂപ്പർ, അടിപൊളി. കൺഗ്രാറ്റുലേഷൻസ്. നല്ല ടേസ്റ്റ്. കുടിക്കൂ.